ത്വമക്ഷരം പരമം വേദിതവ്യം ത്വമസ്യ വിശ്വസ്യ പരം നിധാനം ത്വമവ്യയ ശാശ്വത ധർമ്മഗോപ്ത സനാതനത്വം പുരുഷോ മതോ മേ. നാശമില്ലാത്ത പ്രപഞ്ച ചൈതന്യമാണ് നീ. ഈ വിശ്വത്തിൻ്റെ ആധാരമാണ് നീ. അനാദിയായ ധർമ്മത്തിൻ്റെ സംരക്ഷകനാണ് നീ. നാശഹീനമായ ചൈതന്യവത്തായ പ്രഭാപൂരിതമായ നിന്നെ ഞാനിതാ പ്രണമിക്കുന്നു. അനാദിമധ്യാന്തമനന്തവീര്യം അനന്തബാഹും ശശിസൂര്യനേത്രം പശ്യാമി ത്വാം ദീപ്തഹുതാശവക്ത്രം സ്വതേജസാ വിശ്വമിദം തപന്തം. ആദിയും മധ്യവും അന്തവുമില്ലാത്ത ആ ശരീരത്തിൽ പ്രപഞ്ചത്തെ നിയന്ത്രിക്കാനെന്ന പോലെ അനേകം കൈകളും കണ്ണുകളുടെ സ്ഥാനത്ത് സൂര്യചന്ദ്രന്മാരും സ്വതേജസ്സിനാൽ പ്രദീപ്തമായി ഈ ലോകം മുഴുവനും പ്രകാശമാനമാക്കുന്ന കത്തിജ്വലിക്കുന്ന ആ വിശ്വരൂപം ഞാനിതാ കാണുന്നു. ധ്യാവാ പൃഥിവ്യോരിതമന്തരം ഹി വ്യാപ്തം ത്വയൈകേന ദിശശ്ച സർവാഃ ദൃഷ്ട്വാത്ഭുതം രൂപമുഗ്രം തവേദം ലോകത്രയം പ്രവ്യഥിതം മഹാത്മൻ. ഈ പ്രപഞ്ചത്തിലെ ഓരോ ഭാഗവും നിറഞ്ഞിരിക്കുന്ന നിന്റെ അത്യത്ഭുതകരമായ അത്യുജ്വലമായ രൂപത്തെ ദർശിച്ച് 3 ലോകവും പ്രകമ്പനം കൊള്ളുന്നതുപോലെ ഞാൻ കാണുന്നു. അമീഹി ത്വാം സുരസംഘാ വിശന്തി കേജിൽ ഭീതാ പ്രാഞ്ജലയോ ഗൃണന്തി സ്വസ്തീത്യുക്ത്വാ മഹർഷി സിദ്ധസംഘാഃ സ്തുവന്തി ത്വാം സ്തുതിഭിഃ പുഷ്കലാഭിഃ. ഈശ്വര ചൈതന്യം ഈ രൂപത്തിൽ വസിക്കുന്നു എന്നത് കണ്ട് ചിലർ തൊഴുകൈയോടെ നിന്നെ പ്രണമിച്ച് സ്തുതിക്കുന്നു. മഹർഷിമാരാകട്ടെ മംഗളകരമായത് എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ട് അത്യുജ്വലമായ നിന്റെ രൂപത്തെ നോക്കിക്കൊണ്ട് സ്തോത്രങ്ങളിലൂടെ നിന്നെ സ്തുതിക്കുന്നു, വർണ്ണിക്കുന്നു. അവർ നിന്നെ പ്രണമിക്കുന്നു. രുദ്രാദിത്യ വസവോ യജസാധ്യ വിശ്വേശ്വിനൗ മരുതശ്ചോഷ്മപാശ്ച ഗന്ധർവയക്ഷാസുരസിദ്ധസംഘാ വീക്ഷന്തേ ത്വാം വിസ്മിതാശ്ചൈവ സർവേ. 11 രുദ്രന്മാരും 12 ആദിത്യന്മാരും 8 വസുക്കളും വിശ്വേദേവന്മാരും അശ്വിനി കുമാരന്മാരും 49 വായുക്കളും പിതൃക്കളും ഗന്ധർവയക്ഷന്മാരും അസുരന്മാരും സിദ്ധന്മാരും എല്ലാവരും അത്യത്ഭുതത്തോടുകൂടി നിന്നെ വീക്ഷിച്ചുകൊണ്ട് പകച്ചു നിൽക്കുന്നതായി ഞാൻ കാണുന്നു. രൂപം മഹത്തേ ബഹുവക്ത്രനേത്രം മഹാബാഹോ ബഹു ബാഹൂരുപാദം ബഹൂദരം ബഹുദംഷ്ട്രാകരാളം ദൃഷ്ട്വാ ലോകാ പ്രവ്യതിതാസ്തദാഹം. അനേകം കൈകാലുകളും ചക്ഷുക്കളും കരാളദംഷ്ട്രങ്ങളും ഇവയെല്ലാം ദർശിച്ചുകൊണ്ട് ചരാചരങ്ങൾ മുഴുവനും ഭയവിഹ്വലരായി ഞാൻ ഭയവിഹ്വലനായി ഇവിടെ നിൽക്കുന്നത് പോലെ നിന്നെ കാണുന്നത് പോലെ അവരും കാണുന്നു. നഭസ്പൃശം ദീപ്തമനേകവർണം വ്യാത്താനനം ദീപ്തവിശാലനേത്രം ദംഷ്ട്രാഹിത്വാം ദൃഷ്ട്വാഹിത്വാം പ്രവ്യഥിതാന്തരാത്മാ ധൃതിം ന വിന്ദാമി ശമം ച വിഷ്ണു. അനേക വർണ്ണങ്ങളോടെ തുറസ്സായ വായ്ഭാഗവും വിശാലമായി കത്തിജ്വലിക്കുന്നത് പോലെ തോന്നുന്ന നേത്രങ്ങളും ദർശിച്ച് ഹൃദയത്തിൽ നിറയുന്ന ഭയത്തോടുകൂടി നിറഞ്ഞ ഭയത്തോടുകൂടി എൻ്റെ സമനില തെറ്റുന്ന പോലെയാണ് ഞാൻ നിന്നെ നോക്കിക്കാണുന്നത്. എൻ്റെ ശാന്തമായ ഭാവം നഷ്ടപ്പെടുന്നു. എനിക്ക് ഭയം തോന്നുന്നു. ദംഷ്ട്രാകരാലാനി ച തേ മുഖാനി ദൃഷ്ട്വൈവ കാലാനല സന്നിഭാനി ദിശോ ന ജാനേ ന ലഭേ ച ശർമ്മ പ്രസീദ ദേവേശ ജഗന്നിവാസ. ഭീകരമായ ദംഷ്ട്രങ്ങളോട് കൂടിയ ആ മുഖം ദർശിച്ച് എനിക്ക് ദിശാബോധം പോലും നഷ്ടപ്പെടുന്നു. ഹേ ജഗന്നിവാസ, ഹേ ദേവേശ, എന്നെ അനുഗ്രഹിച്ചാലും. അമീചത്വാം ധൃതരാഷ്ട്രസ്യ പുത്ര സർവേ സഹൈവാവനിപാലസംഘൈഃ ഭീഷ്മോ ദ്രോണസൂതപുത്രസ്തഥാസൗ സഹാസ്മാദീയൈരപി യോധമുഖ്യൈഃ വക്ത്രാണി തേ ത്വരമാണാ വിശന്തി ദംഷ്ട്രാകരാലാനി ഭയാനകാനി കേചിദ്വിലഗ്നാ ദശനാന്തരേഷു
സന്ദൃശ്യന്തേ ചൂർണിതൈരുത്തമാംഗൈഃ. ധൃതരാഷ്ട്രപുത്രന്മാരുൾപ്പെടെയുള്ള എല്ലാ രാജാക്കന്മാരും നിന്നിൽ വർത്തിക്കുന്നതായി ഞാൻ കാണുന്നു. ഭീഷ്മനും ദ്രോണനും കർണനും എൻ്റെ കൂട്ടത്തിലുള്ള സേനാനികളും സൈന്യങ്ങളും എല്ലാവരും, എല്ലാ യുദ്ധവീരന്മാരും നിന്നിലേക്ക് പ്രവേശിക്കുന്നതായി ഞാൻ കാണുന്നു. അവരെല്ലാം അതിഭയാനകമായ കാലപ്രവാഹത്താൽ ഒഴുകുന്നവരെ പോലെ നിന്റെ ഭയാനകമായ വക്ത്രങ്ങൾക്കിടയിലൂടെ കടന്നുപോകുന്നു. ഈ പ്രവാഹത്തിൽ ചിലർ നശിച്ചു പോകുന്നതായും ഞാൻ കാണുന്നുണ്ട്. യഥാ നദീനാം ബഹവോംബുവേഗാഃ സമുദ്രമേവാഭിമുഖാദ്രവന്തി തഥാ തവാമി നരലോകവീര വിശന്തി വക്ത്രാണ്യഭിവിജ്വലന്തി. എല്ലാ നദികളും സമുദ്രത്തെ ലക്ഷ്യമാക്കി അതിവേഗത്തിൽ പായുന്നത് പോലെ, അതേപോലെ ഒരു ദൃശ്യമാണ് ഞാനിവിടെ കാണുന്നത്. ഈ യുദ്ധക്ഷേത്രത്തിലെ വീരന്മാർ അതിവേഗത്തിൽ കത്തിജ്വലിക്കുന്നത് പോലുള്ള നിന്റെ വായിലേക്ക് പ്രവേശിക്കുന്നു. യഥാ പ്രദീപ്തം ജ്വലനം പതംഗ വിശന്തി നാശായ സമൃദ്ധവേഗാഃ തഥൈവ നാശായ വിശന്തി ലോകാസ്തവാപി വക്ത്രാണി സമൃദ്ധവേഗാഃ. കത്തിജ്വലിക്കുന്ന ദീപശിഖയിലേക്ക് ശലഭങ്ങളും ചെലുപ്രാണികളും അതിവേഗത്തിൽ പറന്ന് സ്വയം വന്നു വീണ് നശിക്കുന്നത് പോലെ ജീവജാലങ്ങൾ സ്വയം നാശത്തിലേക്ക് അതിവേഗത്തിൽ പ്രയാണം ചെയ്ത് നിന്റെ തുറസ്സായ വായിലേക്ക് എത്തുന്നത് പോലെ ഞാൻ കാണുന്നു. ലേലിഹ്യസേ ഗ്രസമാനസ്സമന്താൽ ലോകൻ സമഗ്രാൻ വദനൈർജ്വലദ്ഭിഃ തേജോഭിരാപൂര്യ ജഗത്സമഗ്രം ഭാസസ്തവോഗ്രാ പ്രതപന്തി വിഷ്ണു. പ്രപഞ്ചം മുഴുവനും ജ്വാലയായി പടരുന്ന നിന്റെ പ്രഭാപൂരിതമായ ആ പ്രകാശം കാണുമ്പോൾ ലോകം മുഴുവനും കത്തിജ്വലിക്കുന്നത് പോലെ തോന്നുന്നു. കത്തിജ്വലിക്കുന്ന വദനത്തിലേക്ക് ചരാചരങ്ങൾ ഭക്ഷണമെന്ന പോലെ പ്രവേശിക്കുന്നതായി ഞാൻ കാണുന്നു. ആഖ്യാഹിമേകോ ഭവാനുഗ്രരൂപോ നമോസ്തു തേ ദേവവരപ്രസീത വിജ്ഞാതുമിച്ഛാമി ഭവന്തമാദ്യം നഹി പ്രജാനാമി തവ പ്രവൃത്തിം. ഞാൻ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നു. ഹേ സർവ്വത്തിനും ആധാരഭൂതമായ ചൈതന്യശക്തിയായ ഹേ വിശ്വരൂപമേ, ഹേ കൃഷ്ണ, നിന്റെ അസ്തിത്വത്തിൻ്റെ തന്നെ ഉദ്ദേശമെന്ത്? ഈ ഉഗ്രരൂപത്തിൻ്റെ അർത്ഥമെന്ത്? എന്നെ ജ്ഞാനിയാക്കുവാനായി അനുഗ്രഹരൂപത്തിൽ അതിൻ്റെ വിവരണം നൽകിയാലും. ശ്രീകൃഷ്ണ വചനം: കാലോസ്മി ലോകക്ഷയകൃത് പ്രവൃദ്ധോ ലോകൻ സമാഹർത്തുമിഹ പ്രവൃത്തഃ ഋതേപി ത്വാം ന ഭവിഷ്യന്തി സർവേ യേ അവസ്ഥിതാ പ്രത്യനീകേഷു യോദ്ധാഃ. ഞാനാണ് കാലപ്രവാഹം. ലോകത്തിൻ്റെ സൃഷ്ടിക്കെന്ന പോലെ നാശത്തിനും കാരണം ഞാൻ തന്നെയാണ്. കാലാകാലങ്ങളിൽ സംഹരിക്കേണ്ടവയെല്ലാം എൻ്റെ ചൈതന്യത്താൽ സംഹരിക്കപ്പെടുന്നു. കാലാകാലങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ടവയെല്ലാം തന്നെ അതുപോലെ എന്നാൽ സംരക്ഷിക്കപ്പെടുന്നു. നീ ഇല്ലെങ്കിൽ പോലും കാലാകാലങ്ങളിൽ ഇന്നത്തെ യുദ്ധഭൂമിയിൽ നിറഞ്ഞിരിക്കുന്ന യോദ്ധാക്കളെല്ലാം സമയമാകുമ്പോൾ അവ മരിക്കുക തന്നെ ചെയ്യുന്നു. തസ്മാത്വമുത്തിഷ്ഠ യശോലഭസ്വ ജിത്വാ ശത്രൂൻ ഭുങ്ക്ഷ്വ രാജ്യം സമൃദ്ധം മയൈവൈതേ നിഹതാ പൂർവമേവ നിമിത്തമാത്രം ഭവ സവ്യസാചിൻ. അതിനാൽ കാലത്തിൻ്റെ നിയമം വ്യതിചലിക്കപ്പെടാതിരിക്കാൻ നീ നിന്റെ കർമ്മം എഴുന്നേറ്റ് യുദ്ധമെന്ന ധർമ്മത്തിലൂടെ ശത്രുക്കളെ നശിപ്പിച്ച് നിന്റെ ധർമ്മമനുഷ്ഠിക്കുക. രാഷ്ട്രസംരക്ഷണം നടത്തി നീ അവരെ വധിക്കുന്നില്ല എന്ന് വ്യക്തമായ ബോധത്തോടുകൂടി കർമ്മത്തിൽ നിമഗ്നനാവുക. ഒരു നിമിത്തം മാത്രമായി അവശേഷിക്കുന്നു നീ എന്നുകൂടി നീ ഓർക്കുക. ശ്രേഷ്ഠമായ രാഷ്ട്രസംരക്ഷണമെന്ന ധർമ്മം അനുശാസിക്കുവാനായി എഴുന്നേൽക്കുക. ദ്രോണം ച ഭീഷ്മം ച ജയദ്രഥം ച കർണം തഥാന്യാനപി യോദ്ധവീരാൻ മയാ ഹതാസ്ത്വം ജഹിമാ വ്യധിഷ്ഠ യുദ്ധ്യസ്വ ജേതാസി രണേ സപത്നാൻ. ദ്രോണർ, ഭീഷ്മർ, ജയദ്രഥൻ, കർണൻ തുടങ്ങിയവരെ ഞാൻ വധിച്ചു കഴിഞ്ഞു. ഇനി നീ ദുഃഖിക്കാതെ വ്യസനിക്കാതെ അവരെ ഒരു നിമിത്തമെന്ന പോലെ പരാജയപ്പെടുത്തി യുദ്ധഭൂമിയിൽ രാഷ്ട്രസംരക്ഷണമെന്ന ധർമ്മമനുഷ്ഠിച്ച്
വിജയിച്ചു വരിക. സഞ്ജയവചനം. ഏതത് ശ്രുത്വാ വചനം കേശവസ്യ കൃതാഞ്ജലിർവേപമാനഃകിരീടീ നമസ്കൃത്വാ ഭൂയ ഏവാഹ കൃഷ്ണം സഗദ്ഗതം വീതവീത പ്രണമ്യ. കൈകൂപ്പിക്കൊണ്ട് വിറയ്ക്കുന്ന ശരീരത്തോടുകൂടി ഗദ്ഗതത്തോടുകൂടി അർജുനൻ വിശ്വരൂപത്തെ നോക്കി സാവധാനം ഇപ്രകാരം പറഞ്ഞു. അർജുനവചനം. സ്ഥാനേ ഋഷീകേശ തവപ്രകീർത്യ ജഗത് പ്രഹൃഷ്യത്യനുരജ്യത്തെ ച രക്ഷാംസി ഭീതാനി ദിശോ ദ്രവന്തി സർവേ നമസ്യന്തി ച സിദ്ധസംഘാഃ. നിന്റെ നാമം ജപിച്ച് നിന്റെ നാമം ജപിക്കുന്നത് ശ്രവിച്ച് ലോകം നിർവൃതി അടയുന്നു. രാക്ഷസകുലജാതരും ദുരാചാരികളും പലായനം ചെയ്യുന്നു. സിദ്ധന്മാരും ഋഷിമാരും നിന്നെ കൈകൾ കൂപ്പി നമിക്കുന്നു. കസ്മാച്ചതേന നമേരന്മഹാത്മൻ ഗരീയസേ ബ്രഹ്മണോപ്യധികത്രേ അനന്തദേവേശ ജഗന്നിവാസ ത്വമക്ഷരം സദസത്പരം യത്. സൃഷ്ടിക്കാധാരമായ ബ്രഹ്മചൈതന്യത്തിന് കാരണമായതിനാൽ അവരെല്ലാവരും ഈ പ്രപഞ്ചരൂപമായ നിന്നെ കണ്ട് പ്രണമിക്കുന്നു. സത്തും നാശമില്ലാത്തതും ജഗത്തിൻ്റെ അധിപനും അനന്തമായ ആസ്തിത്വമുള്ളവനുമായ ഹേ ദേവേശ, നിനക്ക് എൻ്റെ പ്രണാമം. ത്വമാദിദേവ പുരുഷപുരാണസ്ത്വമസ്യ വിശ്വസ്യ പരം നിധാനം വേത്താസി വേദ്യം ച പരം ച ധാമ ത്വയാ തതം വിശ്വമനന്തരൂപ. വിശ്വത്തിൻ്റെ നിധാനവും പരമചൈതന്യ സ്രോതസ്സുമായ ദേവ, ജ്ഞാനവും ജ്ഞാനിയും പരമാവസ്ഥയിലുള്ളവനായ അനന്തരൂപമായ വിശ്വത്തിൻ്റെ രൂപത്തിൽ അധിഷ്ഠാനമായ ജഗദീശ്വര, നിനക്ക് എൻ്റെ പ്രണാമം. വായുർയമോഗ്നിർവരുണശശാങ്ക പ്രജാപതിസ്ത്വം പ്രപിതാമഹശ്ച നമോ നമസ്തേസ്തു സഹസ്രകൃത്വാ പുനശ്ച ഭൂയോപി നമോ നമസ്തേ. വായു, യമൻ, അഗ്നി, ചന്ദ്രൻ, പ്രജാപതി, പ്രപിതാമഹനായ ബ്രഹ്മദേവൻ എല്ലാവരും നിന്നിൽ കുടികൊള്ളുന്നതായി ഞാൻ കാണുന്നു. എല്ലാവരിലുമുള്ള ചൈതന്യം നിന്നിലും ഞാൻ കാണുന്നു. എൻ്റെ 1000 പ്രണാമം. വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ ഞാൻ എൻ്റെ സാഷ്ടാംഗ പ്രണാമം അർപ്പിക്കുന്നു. നമഃപുരസ്താദ പൃഷ്ഠതസ്ഥേ നമോസ്തുതേ സർവത ഏവ സർവ അനന്തവീര്യാമിത വിക്രമസ്ത്വം സർവം സമാപ്നോഷി തതോസി സർവഃ. എൻ്റെ പ്രണാമം മുമ്പിലും പിമ്പിലും വ്യാപിച്ചു കിടക്കുന്ന ജഗദീശ്വര, അനന്തമായ മനസ്സോടെ സർവ്വതിനെയും അലിയിപ്പിച്ച് സർവ്വതിനെയും സൃഷ്ടിയിലെന്ന പോലെ അവസാനത്തിലും എത്തിക്കുന്ന ദേവേശ, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്കതീതനായ വിശ്വരൂപമേ, നിനക്ക് എൻ്റെ പ്രണാമം. സഖേതി മത്വാ പ്രസഭം യദുക്തം ഹേ കൃഷ്ണ ഹേ യാദവ ഹേ സഖേതി അജാനതാ മഹിമാനം തവേദം മയാ പ്രമാദാത് പ്രണയേന വാപി യച്ചാവഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോതവാപ്യച്യുത തത്സമക്ഷം തത്ക്ഷാമയേ ത്വാമഹമപ്രമേയം. ഒരു സുഹൃത്തിനെ എന്ന പോലെ ഗണിച്ച് നിന്റെ മഹത്വമറിയാതെ നിന്നോടുള്ള സ്നേഹത്താൽ ഞാൻ നിന്നെ ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സുഹൃത്തെ എന്നെല്ലാം അഭിസംബോധന ചെയ്തു. എല്ലാ സമയത്തും ഭക്ഷിക്കുമ്പോഴും ശയിക്കുമ്പോഴും വിഹാരവേളയിലുമെല്ലാം നിന്നെ ഞാൻ ഒരു സുഹൃത്തിനോടുള്ള സ്നേഹം മാത്രം കണ്ടുകൊണ്ട് ഇപ്രകാരം വിളിച്ചു. ഞാൻ നിന്നോട് ക്ഷമ ചോദിക്കുന്നു. നിന്റെ മഹത്വം അറിയാതെയാണ് ഞാൻ ഇപ്രകാരം നിന്നോട് പെരുമാറിയത്. എന്നോട് ക്ഷമിക്കുക. നിനക്ക് എൻ്റെ പ്രണാമം. പിതാസി ലോകസ്യ ചരാചരസ്യ ത്വമസ്യ പൂജ്യസ്യ ഗുരുർഗരീയാൻ നത്വത്സമോഭ്യസ് അധിക കുതോന്യോ ലോകത്രയേപ്യതി പ്രതിമപ്രഭാവ. ലോകത്തിൻ്റെ പിതാവും പൂജനീയനും ഗുരുശ്രേഷ്ഠനുമായ നിനക്കു തുല്യം വരാൻ ആരുമില്ല. പിന്നെ എപ്രകാരമാണ് നിന്നേക്കാൾ ശ്രേഷ്ഠരായ ആരെങ്കിലും ഈ 3 ലോകത്തിലും ഉണ്ട് എന്ന് ചിന്തിക്കുക. നിന്നേക്കാൾ ശ്രേഷ്ഠമായത് ഒന്നും ഈ പ്രപഞ്ചത്തിലില്ല. നിനക്കെൻ്റെ പ്രണാമം. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം പ്രസാദയേ
ത്വാം അഹമീശമീഢ്യം പിതേവ പുത്രസ്യ സഖേവ സഖ്യുഃ പ്രിയപ്രിയായാർഹസി ദേവസോഢും. പുത്രന് പിതാവിനെ പോലെ, സുഹൃത്തിന് മറ്റൊരു സുഹൃത്ത് എന്ന പോലെ, പത്നിക്ക് പതി എന്ന പോലെ ഈ ലോകത്തിൻ്റെ മഹേശ്വരനായ നിന്നെ ഞാൻ പ്രണമിക്കുന്നു, അനുഗ്രഹത്തിനായി പ്രണമിക്കുന്നു. അധൃഷ്ടപൂർവം ഹൃഷിതോസ്മി ദൃഷ്ട്വാ ഭയേന ച പ്രവ്യഥിതം മനോ മേ തദേവ മേ ദർശയ ദേവരൂപം പ്രസീദ ദേവേശ ജഗന്നിവാസ. ഇന്നുവരെ കാണാൻ സാധിക്കാത്ത ഈ വിശ്വരൂപം അത്യുൽക്കടമായ സന്തോഷം തോന്നുമ്പോഴും എൻ്റെ മനസ്സിനുള്ളിൽ അതിഘോരമായ ഭയവും ജനിപ്പിക്കുന്നുണ്ട്. ഭയത്തോടുകൂടി, ഭക്തിയോടുകൂടി, എന്നാൽ സന്തോഷത്തോടുകൂടി ഹേ ജഗന്നിവാസ നിന്നെ കാണുന്നു, നിനക്കെൻ്റെ പ്രണാമം അനുഗ്രഹിച്ചാലും. കിരീടിനം ഗതിനം ചക്രഹസ്തം ഇച്ഛാമി ത്വാം ദൃഷ്ടുമഹം തദൈവ തേനൈവ രൂപേണ ചതുർഭുജേന സഹസ്രബാഹോ ഭവ വിശ്വമൂർത്തേ. ശംഖചക്രഗദാധാരിയായി നിന്റെ വിഷ്ണുരൂപവും ചതുർഭുജത്തിലുള്ള രൂപവും കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഹേ സഹസ്രബാഹോ, ഹേ വിശ്വമൂർത്തേ, എൻ്റെ പ്രണാമം. ആ രൂപവും കൂടി എന്നെ നീ കാണിച്ചാലും. ശ്രീകൃഷ്ണ വചനം. മയാ പ്രസന്നേന തവാർജുനേദം രൂപം പരം ദർശിതമാത്മയോഗാത് തേജോമയം വിശ്വമനന്തമാദ്യം യന്മേ ത്വദന്യേന ന ദൃഷ്ടപൂർവം. നീയല്ലാതെ മറ്റൊരുത്തനും കാണാൻ സാധിക്കാത്ത ഈ വിശ്വരൂപം ഞാൻ കാണിച്ചു. നിന്നെ എൻ്റെ പ്രിയപ്പെട്ടവനായി അറിഞ്ഞുകൊണ്ട് തന്നെ ചതുർഭുജ രൂപവും വിശ്വരൂപത്തിന് തുല്യമായ പ്രാധാന്യമുള്ള ഋഷീശ്വരന്മാർ കാണുവാൻ ആഗ്രഹിക്കുന്ന യോഗികർക്ക് മാത്രം ദർശനയോഗ്യമായ ആ രൂപം നീ മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് ചതുർഭുജ രൂപവും കാണിച്ചു തരാം. ന വേദയജ്ഞാദ്യയൈനൈർന ദാനൈർന ചക്രിയാഭിർന തവോഭിരുഗ്രൈഹി ഏവം രൂപശക്യ അഹം നൃലോകേ ദ്രഷ്ടും ത്വദന്യേന കുരുപ്രവീര. ദേവജ്ഞാനത്താലോ ദാനത്താലോ ക്രിയാകർമ്മത്താലോ ഉഗ്രതപസ്സിനാലോ ഈ രൂപമൊന്നും തന്നെ ആർക്കും ദർശിക്കുവാൻ സാധ്യമല്ല. നിനക്കു മാത്രമാണ് ഈ വിശ്വരൂപവും മറ്റു രൂപങ്ങളും ഈ ഉപദേശം സ്വീകരിക്കാനുള്ള യോഗവും ഉണ്ടായത്. മാതേ വ്യഥാ മാച വിമൂഢഭാവോ ദൃഷ്ട്വാ രൂപം ഘോരമീദൃശം മമേദം വ്യപേതഭീഃ പ്രീതമനാഃ പുനസ്ത്വം തദേവ മേ രൂപമിദം പ്രപശ്യ. നീ ദുഃഖിക്കേണ്ട, നീ വിഷമിക്കുകയും വേണ്ട, ഭയപ്പെടുകയും അരുത്. നീ ആവശ്യപ്പെട്ടതുപോലെയുള്ള ശംഖചക്രഗദാധാരിയായ എൻ്റെ ചതുർഭുജ രൂപവും നോക്കിക്കണ്ടാലും. സഞ്ജയവചനം. ഇത്യർജുനം വാസുദേവസ്തഥോക്ത്വാ സ്വകം രൂപം ദർശയാമാസ ഭൂയഃ ആശ്വാസയാമാസ ച ഭീതമേനം ഭൂത്വാ പുനഃ സൗമ്യവപുർമഹാത്മാ. അർജുനനോട് ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ശ്രീകൃഷ്ണൻ തൻ്റെ ചതുർഭുജ വിഷ്ണുരൂപവും കാണിച്ചു കൊടുത്ത് സമാധാനിപ്പിച്ച് ആശ്വസിപ്പിച്ച് അർജുനനെ ഭയവിമുക്തനാക്കി. ദൃഷ്ട്വേദം മാനുഷം രൂപം തവ സൗമ്യം ജനാർദ്ദന ഇദാനീമസ്മി സംവൃത്ത സചേതാ പ്രകൃതിം ഗത. അർജുനൻ ചതുർഭുജ രൂപിയായ വിഷ്ണുവിനെ നോക്കിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു. നിന്റെ ശാന്തമായ മാനുഷിക രൂപം വീണ്ടും ദർശിച്ച് ഹേ കൃഷ്ണ, ഞാൻ എൻ്റെ പൂർവമായ മാനസിക സ്ഥിതിയിലേക്ക്, ശാന്തമായ മാനസിക സ്ഥിതിയിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണ വചനം. സുദുർദർശമിദം രൂപം ദൃഷ്ടവാനസി യന്മമ ദേവാ അപ്യസ്യ രൂപസ്യ നിത്യം ദർശനകാംക്ഷിണഃ. ശംഖചക്രഗദാധാരിയായ എൻ്റെ ഈ രൂപം നേരിട്ട് കണ്ട് ആനന്ദിക്കുവാൻ ദേവന്മാർക്ക് പോലും പ്രയാസമാണ്. സർവചരാചരങ്ങളും വർത്തിക്കുന്ന ഈ രൂപം നിനക്ക് മാത്രമാണ് ഞാൻ കാണിച്ചു തന്നത്. നാഹം വേദൈർന തപസാ ന ദാനേന ന ചേജ്യയാ ശക്യ ഏവം വിധോ ദ്രഷ്ടും ദൃഷ്ടവാനസി മാം യഥാ. വേദജ്ഞാനത്താലോ തപസ്സുകൊണ്ടോ ദാനധർമാദികൾ കൊണ്ടോ യജ്ഞങ്ങൾ കൊണ്ടോ ഉപാസിച്ചാൽ ഒന്നും തന്നെ എൻ്റെ ഈ ചതുർഭുജ രൂപം ദർശനയോഗ്യമാവുകയില്ല തന്നെ. ഭക്ത്യാ ത്വനന്യയാ ശക്യ അഹമേവം വിധോ അർജുന
ജ്ഞാതും ദ്രഷ്ടും ച തത്വേന പ്രവോഷ്ടും ച പരം തപ. ഏകാഗ്രഭാവത്തോടെയുള്ള ഉപാസനയിലൂടെ മാത്രമേ എൻ്റെ ഈ ചതുർഭുജ രൂപദർശനം സാധ്യമാകൂ. അതിലൂടെ എൻ്റെ ഈ രൂപത്തിൽ അലിഞ്ഞു ചേരുവാനും സാധിക്കുന്നു. യോഗികൾക്ക് മാത്രം ദർശനയോഗ്യമായ ഒന്ന് നിനക്ക് ഞാനിതാ കാണിച്ചു തന്നു. മത് കർമ്മകൃത് മത്പരമോ മദ്ഭക്ത സംഗവർജിത നിർവൈര സർവഭൂതേഷു യഹ സ മാമേതി പാണ്ഡവ. ഞാൻ അനുശാസിക്കുന്ന കർമ്മം ചെയ്യുന്നവർ, എന്നെ ആശ്രയിക്കുന്നവർ, എൻ്റെ ഭക്തർ, മറ്റുവിധ ബന്ധമുപേക്ഷിച്ചവർ, ശത്രുത്വമില്ലാത്തവർ, സർവചരാചരങ്ങളിലും ഞാൻ വർത്തിക്കുന്നു എന്നറിയുന്നവൻ എൻ്റെ ഈ രൂപദർശനത്തിന് സൗഭാഗ്യം ലഭിച്ചവനാണ്. അപ്രകാരമുള്ള ശാസ്ത്രീയമായ എൻ്റെ ഈ വിശ്വരൂപത്തെ നീ ദർശിച്ച് ആത്മനിർവൃതി അടയുകയാണ് വേണ്ടത്. വിശ്വരൂപ ദർശന യോഗാധ്യായം എന്ന 11-ാം അധ്യായത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്തത് അത്യന്താധുനിക ശാസ്ത്രം വിവരിക്കുന്ന ദ സെൽഫ് അവയർ യൂണിവേഴ്സ്, അതുപോലെ തന്നെ ദ കോൺഷ്യസ്നെസ് ഇൻ ദ യൂണിവേഴ്സ് എന്ന് പറയുന്ന പ്രപഞ്ച ചൈതന്യത്തിൽ നിലനിൽക്കുന്ന പ്രജ്ഞാനം എന്ന അറിവ്, അത് അത്യുജ്വലമായി പെർസോണിഫൈഡായി സിംബോളിക്കായി കാണിച്ചു കൊടുത്ത് പ്രപഞ്ചത്തെ മുഴുവനും പ്രപഞ്ച പുരുഷ സങ്കല്പമെന്ന ഈശ്വര ചൈതന്യം എപ്രകാരമാണ് നിയന്ത്രിക്കുന്നത് എന്ന് ജ്ഞാനദൃഷ്ടിയിലൂടെ മാത്രം കാണുവാൻ സാധിക്കുന്ന രൂപം, സയൻറ്റിഫിക് വിഷനിലൂടെ മാത്രം അനലൈസ് ചെയ്യുവാൻ സാധിക്കുന്ന ആ രൂപത്തെയാണ് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധ്യമല്ല എന്ന് ശാസ്ത്രീയമായി ഉപദേശിച്ചു കൊടുത്തുകൊണ്ട് തന്നെ, ജ്ഞാനദൃഷ്ടി കൊടുത്തുകൊണ്ട് തന്നെ, അനേകം ശരീരവും കണ്ണുകളും കൈകളും കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ പ്രപഞ്ചത്തിലെ സർവ്വതിൻ്റെയും വേഗതയും ചൈതന്യവും പ്രഭാവവും ആസ്തിത്വവും നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ ചൈതന്യത്തിൽ അത്യന്താധുനിക ശാസ്ത്രം ദർശിച്ചിരിക്കുന്ന സ്വബോധം, കോൺഷ്യസ്നസ് അഥവാ പ്രജ്ഞ എന്ന് പറയുന്ന ആ ഉപനിഷത്ത് വരികൾക്ക് തിയറട്ടിക്കൽ ഫിസിക്സിൻ്റെ ആത്യന്തികമായ സന്ദേശത്തിന് സിംബോളിക് റെപ്രസെൻറ്റേഷൻ കൊടുത്തുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് കാണിച്ചു കൊടുത്ത പ്രപഞ്ച ചൈതന്യത്തെ അതിൻ്റെ ഓരോ പദങ്ങൾക്കിടയിലും നമുക്ക് ദർശിക്കുവാൻ സാധിക്കും. അർജുനൻ ശ്രീകൃഷ്ണനെ പ്രണമിച്ചതുപോലെ 2 കൈകളും കൂപ്പി അവതാരമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന ജ്യോതിസ്വരൂപമായ ശ്രീകൃഷ്ണൻ്റെ സന്ദേശം പ്യുവർ തിയറട്ടിക്കൽ ആൻഡ് അപ്ലൈഡ് സയൻസ് ആണ്. അതറിഞ്ഞുകൊണ്ട് വിശ്വരൂപത്തെ നമുക്ക് നമിക്കാം, അതിനെക്കുറിച്ച് പഠിക്കാം, അതിനെക്കുറിച്ച് അറിയാം, അതിനെക്കുറിച്ച് അറിയിക്കാം. ഇതിനുള്ള അവസരം ഈ അധ്യായത്തിലൂടെ ജഗദീശ്വരൻ നമുക്ക് നൽകിയിരിക്കുകയാണ്. 5140 വർഷങ്ങൾക്ക് മുൻപ് ഭഗവത്ഗീതയിലെ 12-ാം അധ്യായം അർജുനവചനം. ഏവം സതതയുക്തായേ ഭക്താസ്ത്വാം പര്യുപാസത്തെ യേ ചാപ്യക്ഷരമവ്യക്തം തേഷാം കേ യോഗവിത്തമാഹ. നിന്റെ ഭക്തനായി ഞാൻ നിന്നെ എല്ലായ്പ്പോഴും ഉപാസിക്കുവാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ യോഗചര്യയിലൂടെ നാശഹീനമായ ബ്രഹ്മചൈതന്യത്തെ ഉപാസിക്കുന്നവരുമുണ്ട്. ഇവരിൽ 2 പേരിലും ബ്രഹ്മചൈതന്യത്തെ ഉപാസിക്കുന്നവരാണോ ശ്രേഷ്ഠരായിട്ടുള്ളത്, നേരിട്ട് നിന്നെ ഉപാസിക്കുന്നവരാണോ ശ്രേഷ്ഠരായി വരുന്നത് എന്നരുളി ചെയ്താലും, മയ്യാവേശ്യമനോ യേ മാം നിത്യയുക്ത ഉപാസത്തെ ശ്രദ്ധയാ പരയോപേത സ്തേമേ യുക്തതമാമതാഹ. ശ്രീകൃഷ്ണ വചനം എന്നിൽ ശ്രദ്ധിച്ച് എന്നിലേക്ക് തന്നെ പ്രയാണം ചെയ്ത് എന്നിൽ തന്നെ ധ്യാനനിരതരായി എന്നെ തന്നെ ശരണം പ്രാപിക്കുന്ന യോഗിയാണ് എനിക്ക് ശ്രേഷ്ഠനാകുന്നത്. യേ ത്വക്ഷരമനിർദ്ദേശ്യം അവ്യക്തം പര്യുപാസത്തെ സർവത്ര ഗമചിന്യം ച കൂടസ്ഥമചലം ധ്രുവം സന്നിയമേന്ദ്രിയഗ്രാമം സർവത്ര സമബുദ്ധയഃ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേ രതാഃ. ഇന്ദ്രിയ സംയമനത്തിലൂടെ എന്നിൽ ബുദ്ധി കേന്ദ്രീകരിച്ച് സർവചരാചരങ്ങൾക്കും ഹിതമായതനുഷ്ഠിച്ച്
സർവവ്യാപിയായ ബ്രഹ്മചൈതന്യത്തെ തന്നെ ധ്യാനിച്ച് അചഞ്ചലമായ മനസ്സോടെ നാശഹീനമായ പരമചൈതന്യത്തെ തന്നെ ഉപാസിക്കുന്നവരും എന്നിൽ തന്നെയാണ് വന്നു ചേരുന്നത്. ക്ലേശോ അധികതരസ്തേഷാം അവ്യക്താസക്തചേതസാം അവ്യക്താ ഹി ഗതിർദുഃഖം ദേഹവദ്ഭിരവാപ്യത്തെ. ബ്രഹ്മചൈതന്യം അവ്യക്തമായതിനാൽ അതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുപാസിക്കുന്നത് ക്ലേശകരമാണ്. അതിന് ശരീരഹീനമായ പ്രപഞ്ചവ്യാപിയായ രൂപമില്ലാത്ത ചൈതന്യത്തെ ഉപാസിക്കുവാൻ വിഷമമാണ് എന്ന് നീ വ്യക്തമായിട്ടറിയുക. ഏതു സർവാണി കർമാണി മയി സന്യസ്യ മത്പരാഹ അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസത്തെ തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാരസാഗരാത് ഭവാമി നചിരാത് പാർത്ത മയ്യാവേശിതചേതസാം. എൻ്റെ ഈ രൂപത്തെ ധ്യാനിക്കുവാൻ എളുപ്പമാണ്. സാകാരരൂപമായ ഇതിൽ സർവ്വതും അർപ്പിച്ച് അതിനെ ആധാരമാക്കി കണ്ട് പൂജിച്ച് ഏകാഗ്രനായി എന്നെ തന്നെ ഉപാസിച്ച് ശ്രദ്ധ കേന്ദ്രീകരിച്ച് മനസ്സിൽ എന്നെ പ്രതിഷ്ഠിച്ച് സ്ഥിതി ചെയ്യുന്ന വ്യക്തി, ഉപാസിക്കുന്ന വ്യക്തി നേരിട്ട് എന്നിൽ തന്നെ എത്തിച്ചേരുന്നത് ബ്രഹ്മോപാസനയേക്കാൾ എളുപ്പമായതുകൊണ്ട് നിനക്ക് എന്നിലേക്ക് വരുവാൻ എളുപ്പമാണ്. മയ്യേവ മന ആദസ്ത്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയഃ. മനസ്സ് എന്നിൽ കേന്ദ്രീകരിച്ച് എന്നിൽ ബുദ്ധി പ്രവേശിപ്പിച്ച് എന്നിൽ തന്നെ വസിച്ച് എന്നെ തന്നെ ലക്ഷ്യമാക്കി പ്രയാണം ചെയ്യുമ്പോൾ, ആഗമനം ചെയ്യുമ്പോൾ എന്നിൽ എത്തിച്ചേരുന്നു ആ യോഗി എന്നതിന് സംശയമില്ല. അധ ചിത്തം സമാധാതും ന ശക്നോഷി മയീ സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാപ്തും ധനഞ്ജയ. നിരന്തരമായ ഉപാസനയിലൂടെ ദൃഢചിത്തനായി എന്നിലേക്ക് പ്രയാണം ചെയ്യുവാൻ ആഗ്രഹിച്ചുപാസിക്കുന്നവന് മാത്രമേ ഈ സാധനയിലൂടെ എന്നിലേക്ക് എത്തിച്ചേരുവാൻ സാധിക്കുകയുള്ളൂ. അഭ്യാസേപ്യസമർത്ഥോസി മത്കർമ്മപരമോ ഭവ മദർത്ഥമഭികർമാണി കുർവൻ സിദ്ധിമവാപ്സ്യസി. സാധന ചെയ്യുവാൻ അസമർത്ഥനാണെങ്കിൽ പോലും, ഉപാസന അനുഷ്ഠിക്കുവാൻ സാധ്യമല്ലാത്തവനാണെങ്കിൽ പോലും ഞാൻ നിർദ്ദേശിക്കുന്ന, ഞാൻ ഇച്ഛിക്കുന്ന പ്രകാരമുള്ള കർമ്മം ചെയ്യുന്ന വ്യക്തി അതിലൂടെ തന്നെ എന്നിലേക്ക് എത്തിച്ചേരുന്നു. അഥൈതത് അഭിശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. യോഗചര്യയിലൂടെ ഞാൻ നിർദ്ദേശിക്കുന്ന കർമ്മം ചെയ്യുന്നവനും അസമർത്ഥനായ വ്യക്തിയാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും കർമ്മഫലം ത്യജിക്കാൻ സന്നദ്ധനായിട്ടുള്ളവനും അതെല്ലാം എന്നിലർപ്പിച്ച് യുക്തമായ കർമ്മം ചെയ്യുന്നവനും നിരന്തരമായ ശ്രദ്ധയോടെ സാധന ചെയ്യുവാൻ അസമർത്ഥനാണെങ്കിൽ പോലും ഞാൻ നിർദ്ദേശിക്കുന്ന, ഞാൻ ഇച്ഛിക്കുന്ന കർമ്മത്തെ ധർമ്മമായി ആചരിക്കുന്നവൻ അതിലൂടെ തന്നെ എന്നിലേക്ക് എത്തിച്ചേരുന്നു. അഥൈതത് അഭിശക്തോസി കർത്തും മദ്യോഗമാശ്രിതഃ സർവകർമ്മഫലത്യാഗം തതഃ കുരു യഥാത്മവാൻ. യോഗചര്യയിലൂടെ ഞാൻ നിർദ്ദേശിക്കുന്ന കർമ്മം ചെയ്യുവാനും അസമർത്ഥനായ വ്യക്തിയാണെങ്കിൽ പോലും അവൻ ചെയ്യുന്ന ഏതൊരു കർമ്മത്തിൻ്റെയും കർമ്മഫലം ത്യജിച്ച് എന്നിൽ അർപ്പിച്ച് യുക്തമായ കർമ്മം ചെയ്യുന്നവനും എന്നിൽ തന്നെ എത്തിച്ചേരുന്നുണ്ടാകും. ശ്രേയോ ഹി ജ്ഞാനമഭ്യാസാത് ജ്ഞാനാധ്യാനം വിശിഷ്യത്തെ ധ്യാനാത് ത്യാഗാത് ശാന്തിരനന്തരം. ജ്ഞാനമാണ് സാധനയായ അഭ്യാസത്തേക്കാൾ ശ്രേയമായിട്ടുള്ളത്. ധ്യാനം ജ്ഞാനത്തേക്കാൾ വിശേഷമാണ്. ധ്യാനത്തേക്കാളും കർമ്മഫലത്യാഗമാണ് വിശേഷമായിട്ടുള്ളത്. ഈ കർമ്മഫലത്യാഗത്തിലൂടെയാണ് ശാശ്വതമായ ശാന്തിയിലേക്കും സമാധാനത്തിലേക്കും എത്തിച്ചേരുവാൻ സാധിക്കുക. അദ്വേഷ്ടാ സർവഭൂതാനാം മൈത്രകരുണ ഏവ ച നിർമ്മമോ നിരഹങ്കാര സമദുഃഖസുഖക്ഷമീ സന്തുഷ്ട സതതം യോഗി
യഥാത്മാ ദൃഢനിശ്ചയഃ മയ്യർപ്പിതമനോബുദ്ധിർ യോ മദ്ഭക്തഃ സമേ പ്രിയഃ. ഒന്നിനോടും വിദ്വേഷമില്ലാതെ സുഹൃത് ബന്ധത്തോടെ ദയാപരമായ വീക്ഷണത്തോടെ അഹംഭാവം ത്യജിച്ച് സുഖദുഃഖങ്ങളോട് സമചിത്തതയും സമവീക്ഷണവും പുലർത്തി ക്ഷമാശീലനായി സന്തോഷത്തോടെയും ദൃഢചിത്തനായ കർമ്മത്തിൽ നിമഗ്നനായും എന്നിലർപ്പിച്ച മനസ്സും ബുദ്ധിയോടും കൂടി വർത്തിക്കുന്ന ഭക്തനായ യോഗിയാണ് എനിക്ക് ഏറ്റവും പ്രിയനായിട്ടുള്ളത്. യസ്മാന്നോ ദ്വിജതേ ലോകോ ലോകാന്നോ ദ്വിജതേ ച യഃ ഹർഷാമർഷഭയോദ്വേഗൈർ മുക്തോ യഃ സ ച മേ പ്രിയഃ. സഹജീവികളിൽ കരുണ കാണിക്കുന്നവനും സഹജീവികൾ തരുന്ന സ്നേഹം നുകരുവാൻ കഴിവുള്ളവനും അത്യാഹ്ലാദമോ അത്യധികം ദ്വേഷമോ ഇല്ലാത്തവനും ശത്രുത്വമോ ഉദ്വേഗമോ ഇല്ലാത്തവനുമായ അവസ്ഥ ആർക്കാണോ നിരന്തരമനുഷ്ഠിക്കുവാൻ കർമ്മത്തിൽ സാധിക്കുന്നത് അവനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. അനപേക്ഷശ്രുതിർദക്ഷ ഉദാസീനോ ഗതവ്യധഃ സർവാരംഭപരിത്യാഗൗ യോ മദ്ഭക്ത സമേ പ്രിയഃ. ആന്തരികമായും ബാഹ്യമായും പരിശുദ്ധി നിലനിർത്തുന്നവനും അത്യാഗ്രഹമില്ലാത്തവനും പക്ഷാഭേദമില്ലാത്തവനും ആകർഷണ വികർഷണങ്ങളിൽ നിന്ന് മോചിതനും കർത്തൃത്വം ആഗ്രഹിക്കാത്തവനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. യോ ന ഹൃഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയഃ. വെറുക്കാത്തവനും അമിതമായി സ്നേഹിക്കാത്തവനും ദുഃഖിക്കാത്തവനും അത്യാഗ്രഹം കാണിക്കാത്തവനും നന്മതിന്മകൾ ഉപേക്ഷിച്ചവനും ഭക്തിയുള്ളവനും എനിക്ക് പ്രിയപ്പെട്ടവനാണ്. സമശത്രൗ ച മിത്രേ ച തഥാ മാനാപമാനയോഃ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതഃ തുല്യനിന്ദാസ്തുതിർമൗനീ സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമതിർ ഭക്തിമാൻ മേ പ്രിയോ നരഃ. ശത്രുമിത്രബോധ ഭാവവ്യത്യാസമില്ലാതെ മാന അപമാന വ്യത്യാസമില്ലാതെ ശീത ഉഷ്ണ സുഖ ദുഃഖങ്ങൾ പ്രത്യേകിച്ചും മനസ്സിനെ ബാധിക്കാതെ സമവീക്ഷണത്തോടുകൂടി ബന്ധമോചിതനായി വർത്തിക്കുന്നവന് നിന്ദയും സ്തുതിയും ഒരുപോലെയാകുന്ന അനുഭവമുണ്ടാകുന്നു. എല്ലാത്തിലും സന്തുഷ്ടി കാണുന്നവനും എല്ലാത്തിലും തൃപ്തനും സ്ഥിതപ്രജ്ഞനും ഭക്തനുമായ വ്യക്തി എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ്. ഏതു ധർമ്മ്യാമൃതമിദം യഥോക്തം പര്യുപാസത്തെ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്തേ അതീവ മേ പ്രിയാഃ. അമൃതതുല്യമായ മേൽ വിവരിച്ച ധർമ്മത്തിലധിഷ്ഠിതമായ കർമ്മമനുഷ്ഠിച്ച് മാനസികാവസ്ഥ സ്വീകരിച്ച് ശ്രദ്ധയോടെ എന്നെ ഉപാസിക്കുന്ന ഭക്തൻ തന്നെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് വീണ്ടും വീണ്ടും വിവരിച്ചുകൊണ്ട് മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും സംയമനം ചെയ്ത് ആയുഷ്കാലം മുഴുവനും അത്യാഗ്രഹമില്ലാതെ അതിയായ മോഹമില്ലാതെ ഒന്നിനോടും വെറുപ്പോ അമിതമായ ആകർഷണമോ ഇല്ലാതെ കുറേയെല്ലാം സാധിക്കുന്നത് പോലെ മാനസികമായി ആവശ്യത്തിന് ബന്ധം പുലർത്തിക്കൊണ്ട് സമചിത്തത നിലനിർത്തി ഭക്തിയോടെ എല്ലാം വിശ്വരൂപമായ ഈശ്വരനിങ്കൽ അർപ്പിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിക്ക് സ്വാഭാവികമായും മനഃശാന്തി ഉണ്ടാകും, സുഖമുണ്ടാകും, സംതൃപ്തിയുണ്ടാകും, ജീവിതം പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും എന്ന സന്ദേശം നൽകിക്കൊണ്ട് ഭഗവത്ഗീതയിലെ ഭക്തിയോഗം എന്ന 12-ാം അധ്യായം ശ്രീകൃഷ്ണ ഉപദേശം ഇവിടെ അവസാനിക്കുന്നു. ഭഗവത്ഗീതയിലെ 13-ാം അധ്യായം ശ്രീകൃഷ്ണവചനം. ഇദം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധീയത്തെ ഏതദ്യോ വേതിതം പ്രാഹുഃ ക്ഷേത്രജ്ഞ ഇതി തദ്വിദഃ. ഈ ശരീരമാണ് ക്ഷേത്രമെന്ന് പറയുന്നത്. ആ ക്ഷേത്രത്തെക്കുറിച്ച് അറിയുന്നവനാകട്ടെ ക്ഷേത്രജ്ഞനുമാകുന്നു. ക്ഷേത്രജ്ഞം ചാപിമാം വിദ്ധി
സർവക്ഷേത്രേഷു ഭാരത ക്ഷേത്ര ക്ഷേത്രജ്ഞയോർജ്ഞാനം യത്തജ്ഞാനം മതം മമ. ക്ഷേത്രത്തെക്കുറിച്ചും അതായത് ശരീരത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും അറിയുന്ന ജ്ഞാനമാണ് യഥാർത്ഥത്തിൽ ശ്രേഷ്ഠമായ ജ്ഞാനം. അതായത് ക്ഷേത്രജ്ഞജ്ഞാനമാണ് ശ്രേഷ്ഠമായത് എന്നാണ് എൻ്റെ അഭിപ്രായം. തത് ക്ഷേത്രം യച്ചയദൃച്ഛ യദ്വികാരി യതശ്ചയത് സ ച യോ യത് പ്രഭാവശ്ച തത് സമാസേന മേ ശൃണു. ക്ഷേത്രം എന്താണ്? അതിൻ്റെ സത്ത എന്താണ്? അതിൻ്റെ പ്രഭാവമെന്ത്? ക്ഷേത്രജ്ഞൻ ആരാണ്? ക്ഷേത്രജ്ഞൻ്റെ മഹത്വം എന്താണ്? ഇതെന്നിൽ നിന്ന് നീ അറിയുക. ഋഷിഭിർ ബഹുദാ ഗീതം ഛന്ദോഭിർ വിവിധൈ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിർവിനിശ്ചിതൈഃ. ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചുമുള്ള വിവരണം വ്യത്യസ്ത രീതിയിൽ ഋഷിവര്യന്മാർ നൽകിയിട്ടുണ്ട്. വേദത്തിൽ കൂടുതൽ വ്യക്തമായി അത് വിവരിക്കുന്നുമുണ്ട്. ബ്രഹ്മസൂത്രത്തിൽ സമഗ്രമായ ക്ഷേത്രജ്ഞജ്ഞാനവും നൽകുന്നുണ്ട്. മഹാഭൂതാന്യഹങ്കാരോ ബുദ്ധിരവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഹ. പഞ്ചഭൂതങ്ങളും കോൺഷ്യസ്നസ് എന്ന അഹങ്കാരവും ബുദ്ധിയും പ്രപഞ്ച ചൈതന്യവും പഞ്ചജ്ഞാനേന്ദ്രിയങ്ങളും പഞ്ചകർമ്മേന്ദ്രിയങ്ങളും ജ്ഞാനേന്ദ്രിയങ്ങൾക്ക് ഗോചരമായ 5 ചേതനയും പ്രകാശം, ശബ്ദം, അതുപോലെ തന്നെ സ്പർശം, ഗന്ധം, രസം എന്നിവയും പ്രധാനപ്പെട്ടവയാണ്. ഇച്ഛാ ദ്വേഷസുഖം ദുഃഖം സംഘാതശ്ചേതനാധൃതി ഏതത് ക്ഷേത്രം സമാസേന സവികാരമുദാഹൃതം. ആഗ്രഹം, വിരക്തി, സുഖദുഃഖം, സ്വബോധം, ദൃഢനിശ്ചയം ഇവയാണ് ക്ഷേത്രത്തിൻ്റെ വികാരങ്ങൾക്ക് അടിസ്ഥാനമായിട്ടുള്ളത്. അമാനിത്വാമദംഭിത്വാമഹിംസ ക്ഷാന്തിരാർജവം ആചാര്യോപാസനം ശൗചം സ്ഥൈര്യമാത്മ വിനിഗ്രഹ. അഹംഭാവമില്ലായ്മ, അഭിനയത്തിൽ നിന്നുള്ള മുക്തി, അഹിംസ, ക്ഷമ, ശാരീരികമായ ആരോഗ്യം, മനസ്സ്, വാക്ക്, സേവനം, ബാഹ്യാഭ്യന്തര ശുചിത്വം, മാനസികവും ശാരീരികവുമായ സംയമനം ഇവ ക്ഷേത്രത്തിൻ്റെ വികാരവിചാരങ്ങൾക്ക് അടിസ്ഥാനമായി വർത്തിക്കുന്നു. ഇന്ദ്രിയാർത്ഥേഷു വൈരാഗ്യമനമഹങ്കാരയേവ ച ജന്മമൃത്യുജരാവ്യാധി ദുഃഖദോഷാനുദർശനം. ഇന്ദ്രിയസുഖത്തോട് ആഭിമുഖ്യമില്ലായ്മ, അഹംഭാവമില്ലായ്മ, ജന്മമൃത്യുജരാ രോഗങ്ങളിൽ നിന്ന് ഉത്ഭൂതമായിരിക്കുന്ന ദുഃഖങ്ങളെക്കുറിച്ചുള്ള ബോധം, അവയിൽ നിന്നുള്ള മുക്തിക്കുള്ള ആഗ്രഹം, അസക്തിരനഭിഷണ്ഘ പുത്രധാരഗൃഹാദിഷു നിത്യം ച സമചിത്തത്വം ഇഷ്ടാനിഷ്ടോപപത്തിഷു. മേൽ വിവരിച്ചവയും പുത്രധാര്യാദി ബന്ധുക്കളോടുള്ള നിസ്സംഗതയും ആസക്തിയും ബന്ധമില്ലായ്മയും നിത്യവും അനുഭവിക്കേണ്ട, അനുഭൂതിയിലൂടെ തെളിയിക്കേണ്ട സമചിത്തത്വവും ഇഷ്ടാനിഷ്ടങ്ങളോടുള്ള സമവീക്ഷണവും ഉണ്ടായിരിക്കുന്നത് ക്ഷേത്രത്തോടും ക്ഷേത്രജ്ഞനോടുമുള്ള ജ്ഞാനത്തിൻ്റെ അവിഭാജ്യമായ ഘടകമാണ്. മയി ചാനന്യയോഗേന ഭക്തിരവ്യഭിചാരിണി വിവിക്തദേശ സേവിത്വം അരതിർ ജനസംസധി. എന്നോടുള്ള സമ്പൂർണ്ണ ഭക്തി, മറ്റൊന്നിനോടും തോന്നാത്ത ദൃഢചിത്തത, ഏകമായി പവിത്ര സ്ഥലത്ത് നിവസിക്കുന്നതിലൂടെ ലഭിക്കുന്ന സംതൃപ്തി ഇവ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഉജ്ജ്വലമായ ഭക്തിയുടെ ചേതനകളാണ്. അധ്യാത്മജ്ഞാനനിത്യത്വം തത്വജ്ഞാനാർത്ഥദർശനം ഏതജ്ഞാനമിതി പ്രോക്തം അജ്ഞാനം യതതോ അന്യഥ. ആത്മീയ കാര്യങ്ങളോടുള്ള ഗഹനമായ അഭിനിവേശം, തത്വജ്ഞാന പഠനത്തോടുള്ള ആഗ്രഹം ഇവയെല്ലാമാണ് ജ്ഞാനമാർഗം. മറ്റുള്ളത് അജ്ഞാനമാർഗവുമാണ്. ജ്ഞേയം യത്തത് പ്രവക്ഷ്യാമി യജ്ഞാത്വാമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ
ന സത്തന്നാ സദുച്യത്തെ. യാതൊരു ജ്ഞാനം അറിഞ്ഞാലാണോ അമരത്വത്തിലേക്കുള്ള പന്ഥാവ് തെളിയുന്നത്? ആ ബ്രഹ്മജ്ഞാനത്തെക്കുറിച്ച്, അതിൻ്റെ ആധാരമായ ആദിയും മധ്യവും അന്ത്യവുമില്ലാത്ത പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ച് അല്പവും കൂടി ഞാൻ നിന്നോട് വിവരിക്കാം. സർവത പാണിപാദം തത് സർവതോ അക്ഷിശിരോമുഖം സർവത ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. ആ പ്രപഞ്ച ചൈതന്യം പ്രപഞ്ചത്തിലെ സർവചരാചരങ്ങളെയും നിയന്ത്രിക്കുന്നതിനാൽ ആ പ്രപഞ്ചപുരുഷ ലോകത്തിന്, രൂപത്തിന് പ്രപഞ്ചം മുഴുവനും കാലുകളും കൈകളും കണ്ണുകളും മസ്തിഷ്കവും മുഖവും എല്ലാ ദിശയിലേക്കും ശ്രദ്ധിക്കുവാൻ പാകത്തിനുള്ള കാതുകളും ഉണ്ട്. ഈ ഇന്ദ്രിയങ്ങളാലാണ് പ്രപഞ്ചപുരുഷൻ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്നത് എന്ന് തോന്നുമാറുള്ള പ്രപഞ്ചപുരുഷ രൂപമാണ് ഈ പ്രപഞ്ചത്തെക്കുറിച്ചറിയുവാൻ എളുപ്പമായി നമുക്ക് ഉപയോഗിക്കാവുന്നത്. ഇത്രയും ഇന്ദ്രിയങ്ങളെക്കുറിച്ച് ഞാൻ വിചാരിച്ചു എങ്കിലും യഥാർത്ഥത്തിൽ പ്രപഞ്ചപുരുഷൻ ഈ ഇന്ദ്രിയങ്ങൾ ഉള്ളതുപോലെ അനുനിമിഷം പ്രവർത്തിക്കുന്നു എന്ന് മാത്രം സൂചിപ്പിക്കുവാനാണ് ഇത്രയും വിവരണം നൽകിയത്. യഥാർത്ഥത്തിൽ വേദങ്ങളിൽ പുരുഷസൂക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ ഓരോ ചലനവും അറിയണമെങ്കിൽ ആ ചലനത്തെ സ്വീകരിക്കുന്ന പഞ്ചേന്ദ്രിയങ്ങൾ ഉണ്ടായിരിക്കണം. അതുള്ളതുപോലെയാണ് പ്രപഞ്ചപുരുഷൻ്റെ പ്രവർത്തനമെന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ഈ വരികളിലൂടെ ശ്രീകൃഷ്ണൻ ശ്രമിക്കുന്നത്. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃച്ഛൈവ നിർഗുണം ഗുണഭോക്തൃച. യഥാർത്ഥത്തിൽ വിവരിച്ചാൽ സർവ ഇന്ദ്രിയങ്ങളുടെയും ഗുണം ഈ പ്രപഞ്ചപുരുഷനുണ്ട് എന്ന് പറയാം. പക്ഷേ അദ്ദേഹം സർവേന്ദ്രിയ വിവർജിതം എന്ന പദത്തിലൂടെ ഇതൊന്നും തന്നെ പ്രപഞ്ചപുരുഷനിലില്ല എന്ന് വ്യക്തമാക്കുന്നു. ഒന്നിനോടും ബന്ധമില്ലാതെ സർവ്വത്തിനും ആധാരമായ മൂന്ന് ഗുണങ്ങളുടെയും ആധാരമായി തന്നെ വർത്തിക്കുമ്പോഴും നിർഗുണനെ പോലെ വർത്തിക്കുവാൻ സാധിക്കുന്നവനാണ് പ്രപഞ്ചപുരുഷൻ. ബഹിരന്തശ്ച ഭൂതാനാമചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ചാന്തികേ ച തത്. സർവചരാചരങ്ങളിലെയും അകത്തും പുറത്തുമുള്ള ചൈതന്യമാണ് ഈ പ്രപഞ്ച ചൈതന്യത്തിൽ തന്നെ ഉത്ഭൂതമായിരിക്കുന്നത്. സൂക്ഷ്മമായതിനാൽ അത് എളുപ്പത്തിൽ ജ്ഞാനയോഗ്യമാകുന്നില്ല. ഈ ചൈതന്യം അകലത്തിലുമുണ്ട്, ഈ ചൈതന്യം തന്നെ വളരെ അടുത്തുമുണ്ട്. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. വേർതിരിക്കുവാൻ സാധിക്കുമെന്ന് തോന്നുമെങ്കിലും ശരീരവും ഊർജവുമായി അവിഭക്തമായി നിലകൊള്ളുന്ന ഈ ചൈതന്യമാണ് സൃഷ്ടിസ്ഥിതി സംഹാരത്തിന് ആധാരമായി പ്രപഞ്ചപുരുഷനിൽ നിന്ന് ഉദ്ഭൂതമാകുന്നത്. ജ്യോതിഷാമഭിതജ്യോതിസ്തമസ പരമുച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ടിതം. അന്ധകാരത്തെ അകറ്റുന്ന പരമമായ പ്രകാശരൂപമിതാണ്. അറിവും അറിയുന്നതും അറിയേണ്ടതും സർവ്വതിൻ്റെയും ഹൃദയത്തിൽ വസിക്കുന്നതും ഈ ചൈതന്യമാണ്. ഈ ചൈതന്യത്തിൻ്റെ ഒരംശമാണ് ക്ഷേത്രത്തിൽ വർത്തിക്കുന്നത്. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്ത ഏതത് വിജ്ഞായ മദ്ഭാവായോപപദ്ധ്യത്തെ. എൻ്റെ ഭക്തന്മാർക്ക് എന്നിലേക്ക് എത്തിച്ചേരുവാനുള്ള ജ്ഞാനമാർഗമാണ് ക്ഷേത്രം. ക്ഷേത്രജ്ഞാനം, ക്ഷേത്രജ്ഞൻ എന്നിങ്ങനെയുള്ള ഗഹനമായ അറിവ് ഇതിൽ നിന്നുദ്ഭൂതമാകേണ്ടതാണ്. പ്രകൃതിം പുരുഷം ചൈവ വിദ്യയനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. പ്രകൃതിയും പുരുഷനും തുടക്കമില്ലാത്ത ആദിയും അന്തവുമില്ലാത്ത രണ്ട് അവസ്ഥകളാണ്. വികാരങ്ങളും ത്രിഗുണങ്ങളും പ്രകൃതിയിൽ നിന്നുദ്ഭൂതമാകുന്നു. കാര്യകാരണകർത്തൃത്വേ ഹേതു പ്രകൃതിരുച്യത്തെ
പുരുഷ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുരുച്യത്തെ. ഓരോ പ്രതിഭാസത്തിൻ്റെയും കാര്യവും കരണവും കർത്തൃത്വവും ആ പ്രതിഭാസത്തിൻ്റെ ചുറ്റുപാടുകളുടെ അഥവാ എൻവയോൺമെൻറ്റിൻ്റെ അഥവാ പ്രകൃതിയുടെ ഉൽപ്പന്നമാണ്, പ്രകൃതിയിൽ നിന്നുദ്ഭൂതമാകുന്നതാണ്. എന്നാൽ പ്രപഞ്ച ചൈതന്യാംശമായ പ്രകൃതി കൂടാതെയുള്ള പുരുഷ ചൈതന്യം സുഖദുഃഖാനുഭൂതിക്ക് ഊർജ ചൈതന്യം നൽകുന്നതുപോലെ കാരണമായിത്തീരുന്നു. പുരുഷ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ് യോനിജന്മസു. പ്രകൃതിയുടെ കാര്യകാരണ കർത്തൃത്വത്തിനാധാരം പ്രപഞ്ചപുരുഷ ചൈതന്യമായതിനാൽ പ്രകൃതിക്ക് ത്രിഗുണ സമന്വിതമായ വികാരവിചാരങ്ങൾ അനുഭവിക്കുവാൻ സാധിക്കുന്നു. ഈ ഗുണങ്ങളുടെ പ്രത്യേകതകളനുസരിച്ച് ജീവാത്മാവ് നന്മ നിറഞ്ഞതോ തിന്മ നിറഞ്ഞതോ ആയ ജന്മം ലഭിക്കുന്നതിന് ശരീരമന്വേഷിച്ചു പോകുന്നു. നന്മ നിറഞ്ഞ കുടുംബത്തിലേക്കോ തിന്മ നിറഞ്ഞ കുടുംബത്തിലേക്കോ ആയിരിക്കും ഈ ജീവാത്മാവിൻ്റെ പ്രയാണം. ഉപദ്രഷ്ടാനുമന്താച ഭർത്താ ഭോക്താ മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷ പരഃ. പ്രപഞ്ചപുരുഷ ചൈതന്യത്തിൻ്റെ അതായത് പരമാത്മ ചൈതന്യത്തിൻ്റെ ഒരംശം ശരീരത്തിൽ വസിക്കുന്നു. ഇത് ജീവാത്മ ചൈതന്യമായി അറിയപ്പെടുന്നു. ജീവചൈതന്യമാണ് ശരീര കർമ്മത്തിന് സാക്ഷിയും നിർദ്ദേശകനും അവലംബവും. ആ ജീവാത്മാവ് യാത്ര പറയുമ്പോഴാണ് ശിവമയമായ ശരീരം ശവമയമായി തീരുന്നത്. യേവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവദാ വർത്തമാനോപി സ ന ഭൂയോഭിജായത്തെ. പ്രകൃതിയെയും പുരുഷനെയും അതിൻ്റെ സമഗ്ര ജ്ഞാനത്തോടെ അവയുടെ ഗുണദോഷങ്ങളെ അറിഞ്ഞുകൊണ്ട് എന്നാൽ ഗുണദോഷങ്ങളുടെ ബന്ധമില്ലാതെ പ്രവർത്തിക്കുന്നവന് ആ ആത്മാവിൻ്റേതായ അംശത്തിലൂടെ പുനർജനനം ഉണ്ടാകുന്നില്ല. ധ്യാനേനാത്മനി പശ്യന്തി കേചിദാത്മാനമാത്മന അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേണ ചാപരേ. ചിലർ സാഖ്യയോഗത്തിലൂടെയും ചിലർ കർമ്മയോഗത്തിലൂടെയും ചിലർ നിരന്തരമായ ധ്യാനത്തിലൂടെയും ആത്മചൈതന്യത്തെ ദർശിച്ച് അതിൻ്റെ അനുഭവം, അനുഭൂതി, തിരിച്ചറിയൽ, വിവേകം, ജ്ഞാനം എന്നിവ ഉണ്ടാക്കുവാൻ ശ്രമിക്കുന്നു. അന്യേ ത്വേവം അജാനന്ത ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേ അപി ചാതിതരന്യേവ മൃത്യും ശ്രുതിപരായണാഃ. സ്വയം ജ്ഞാനമാർഗം ലഭിക്കാത്ത വ്യക്തി മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് ഉപാസിക്കുന്നു. അവരും ഇപ്രകാരം സംസാരസാഗരത്തിലെ മൃത്യുചക്രത്തിൽ നിന്ന് മോചനം നേടുന്നു. കാരണം അവരും കേൾവിയിലൂടെ, വേദത്തിലൂടെ, ശ്രുതിയിലൂടെ, ജ്ഞാനത്തിലൂടെ അറിഞ്ഞതിൻ്റെ ആത്മാർത്ഥമായ ഭജനമാണ്, ഉപാസനയാണ് സ്വീകരിക്കുന്നത്. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി പരദർഷഭ. യാതൊന്നാണോ പ്രപഞ്ചത്തിൽ ജനിച്ചത് അത് ക്ഷേത്രജ്ഞ യോഗത്തിലൂടെ മാത്രം സാധിക്കുന്നതാണ്. അതായത് ക്ഷേത്രത്തിൻ്റെ ദ്രവ്യവും ക്ഷേത്രജ്ഞൻ്റെ ചൈതന്യവും തമ്മിലുള്ള യോഗത്തിലൂടെയാണ്, പ്രകൃതി പുരുഷ ബന്ധത്തിലൂടെയാണ് സർവസൃഷ്ടിയും നടക്കുന്നത്. സമം സർവേഷു ഭൂതേഷു തിഷ്ടന്തം പരമേശ്വരം വിനശ്യസ്ത്വവിനശ്യന്തം യഃ പശ്യതി സ പശ്യതി. സർവചരാചരങ്ങളിലും വർത്തിക്കുന്ന പരമമായ നാശഹീനമായ ദർശിക്കുന്ന ആ ചൈതന്യത്തെയാണ് വ്യക്തി യഥാർത്ഥമായി കാണുന്നത് എങ്കിൽ ആ വ്യക്തിയാണ് യാഥാർത്ഥ്യത്തെ കാണുന്നത്. സമം പശ്യന്നി സർവത്ര സമവസ്ഥിതമീശ്വരം നഹിനസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. പരമമായ ചൈതന്യത്തിൻ്റെ അസ്തിത്വം സർവത്ര ദർശിച്ച വ്യക്തി സ്വന്തമായ ആത്മാവ് ആ ചൈതന്യം തന്നെയാണെന്ന് അറിയുകയും മറ്റു ജീവജാലങ്ങളിലും വർത്തിക്കുന്നതെന്നറിയുമ്പോഴും സ്വയം വധിക്കുന്നുമില്ല, ആരെയും വധിക്കുന്നുമില്ല.
എന്നറിഞ്ഞ് ഒന്നിനെയും കൊല്ലുന്നില്ല, ഒന്നും കൊല്ലപ്പെടുന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് സ്വയം പ്രയാണം ചെയ്ത് ധർമ്മത്തിലൂടെ ഉദ്ദേശിക്കുന്ന ലക്ഷ്യത്തിലേക്ക് എത്തി പരമമായ മോക്ഷത്തെ പ്രാപിക്കുന്നു. പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തദാത്മാനം അകർത്താരം സ പശ്യതി. സർവകർമ്മങ്ങളും നടക്കുന്നത് ചുറ്റുപാടുകളുടെ അഥവാ പ്രകൃതിയുടെ സമ്മർദ്ദവും സ്വഭാവവും അനുസരിച്ചാണ്. ആത്മചൈതന്യത്തിന് കർമ്മത്തിൻ്റെ കർത്തൃത്വമില്ല എന്നറിയുന്ന വ്യക്തിയാണ് യാഥാർത്ഥ്യം കാണുന്നത്, സർവജ്ഞാനം അനുഭവിക്കുന്നത്. യഥാ ഭൂതപൃഥഗ്ഭാവം ഏകസ്തം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യതേ തഥാ. സർവചരാചരങ്ങളും ഒരേ ചൈതന്യത്തിൽ അധിഷ്ഠിതമാണെന്ന് അറിയുന്ന വ്യക്തി മാത്രമാണ് സർവവ്യാപിയായ ബ്രഹ്മചൈതന്യത്തെ അറിയുന്നവനായി ഭൂമിയിൽ ജീവിക്കുന്നത്. ആ സർവജ്ഞാനിയുടെ ജ്ഞാനം എന്നതാണ് പ്രപഞ്ചപുരുഷൻ്റെ പരമാത്മാവിൻ്റെ ചൈതന്യമായി കാണേണ്ടത്. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായ മവ്യയഃ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യത്തെ. അനന്തമായതിനാലും നിർഗുണത്വ സ്വഭാവമുള്ളതിനാലും പരമമായ അവസ്ഥയിൽ വർത്തിക്കുന്നതിനാലും രൂപഭാവങ്ങളില്ലാത്തതിനാലും ശരീരത്തിൽ വർത്തിക്കുമ്പോഴും കർമ്മത്തിൽ ഈ ചൈതന്യം അലിഞ്ഞു ചേരുന്നില്ല. യഥാ സർവഗതം സൗക്ഷ്മ്യാദാകാശം നോപലിപ്യത്തെ സർവത്രാവസ്ഥിതോ ദേഹേ തഥാത്മാ നോപലിപ്യത്തെ. സർവസ്ഥലങ്ങളിലുമുള്ള ആകാശം ഒന്നിലും അലിഞ്ഞു ചേരാത്തതുപോലെ എല്ലാ ദേഹത്തിലും വർത്തിക്കുന്ന ജീവചൈതന്യം ഒന്നിനെയും അലിയിക്കുന്നുമില്ല, അതൊന്നിലും അലിഞ്ഞു ചേരുന്നുമില്ല. യഥാ പ്രകാശയത്യേക കൃത്സ്നം ലോകമിമം രവിഃ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃത്സ്നം പ്രകാശയതി ഭാരത. ഒരേ സൂര്യൻ പ്രപഞ്ചത്തിലെ മറ്റു ഗോളങ്ങളെ തേജോമയമാക്കുന്നത് പോലെ തന്നെ ക്ഷേത്രത്തിലെ ആത്മചൈതന്യം ക്ഷേത്രത്തെ പ്രകാശപൂർണമാക്കുന്നു, പ്രഭാപൂരിതമാക്കുന്നു. ക്ഷേത്രക്ഷേത്രജ്ഞയോരേവമന്തരം ജ്ഞാനചക്ഷുഷ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ഇപ്രകാരമുള്ള ജ്ഞാനം ക്ഷേത്രത്തെക്കുറിച്ചും ക്ഷേത്രജ്ഞനെക്കുറിച്ചും ജ്ഞാനത്തെക്കുറിച്ചും ലഭിക്കുമ്പോഴാണ് പ്രകൃതിയെക്കുറിച്ചുള്ള പ്രപഞ്ച ചൈതന്യത്തെക്കുറിച്ചുള്ള സമഗ്രമായ അപരിമിതമായ ചിന്താതീതമായ ആ പരമാത്മ ചൈതന്യത്തിൻ്റെ അംശം ആത്മാവിൽ വർത്തിക്കുന്നു എന്നറിയുന്നത്. അപ്പോഴാണ് ക്ഷേത്രത്തിൻ്റെയും ക്ഷേത്രജ്ഞൻ്റെയും യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭ്യമാകുന്നത് എന്ന് ഭഗവത്ഗീതയിലെ 13-ാം അധ്യായമായ ക്ഷേത്രജ്ഞ വിഭാഗയോഗത്തിലൂടെ ശ്രീകൃഷ്ണൻ അർജുനന് ഉപദേശിച്ചു കൊടുക്കുന്നു. ഭഗവത്ഗീതയിലെ 14-ാം അധ്യായം ശ്രീകൃഷ്ണവചനം. പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയഃ സർവേ പരാം സിദ്ധിമിതോ ഗതാഃ. ഉത്തമമായ ജ്ഞാനത്തെക്കുറിച്ച് ഞാൻ അല്പം കൂടി വീണ്ടും വിവരിക്കാം. ഈ ജ്ഞാനലബ്ധി മുനിമാർ പോലും പരമമായ സിദ്ധി നേടിയാൽ മാത്രമേ അവർക്ക് ലഭ്യമാവുകയുള്ളൂ. അത്രയും ഉജ്ജ്വലമായ ജ്ഞാനമാണ് ഞാൻ ഇതിലൂടെ നിന്നോട് വിവരിക്കാൻ പോകുന്നത്. ഇദം ജ്ഞാനമുപാശ്രിത്യ മമ സാധർമ്മ്യമാഗതാഃ സർഗേ അപി നോപജായന്തെ പ്രളയേ ന വ്യഥന്തി ച. ഈ ജ്ഞാനത്തിലൂടെയാണ് എൻ്റെ ഭക്തർ എന്നിലേക്ക് എത്തിച്ചേരുന്നത്. അവർ പുനർജനിക്കുകയോ പുനർമരിക്കുകയോ ചെയ്യാതെ ഈ ജ്ഞാനത്തിലൂടെ എന്നിൽ തന്നെ വന്നെത്തിച്ചേരുന്നു. മമയോനിർ മഹത് ബ്രഹ്മ തസ്മിൻ ഗർഭം ദദാമ്യഹം സംഭവ സർവഭൂതാനാം തതോ ഭവതി ഭാരത. ബ്രഹ്മചൈതന്യമാണ് സർവസൃഷ്ടിക്കും ആധാരമായ ഗർഭാശയത്തെ ഒരുക്കുന്നത്. അതിൽ സൃഷ്ടിയുടെ ബീജം നിക്ഷേപിക്കുന്നത് ഞാൻ തന്നെയാണ്. ദ്രവ്യവും ചേതനയും സംയോജിക്കുന്ന അവസരത്തിലാണ് പ്രപഞ്ചത്തിൽ സൃഷ്ടി നടക്കുന്നത്.
സർവയോനിഷു കൗന്തേയ മൂർത്തയഃ സംഭവന്തിയാഃ താസാം ബ്രഹ്മമഹദ്യോനിരഹം ബീജപ്രദപിത. പ്രകൃതിയുടെ ബ്രഹ്മചൈതന്യത്തിൻ്റെ ഗർഭാശയത്തിൽ നടക്കുന്ന സൃഷ്ടിക്കാധാരമായ സർവസൃഷ്ടിയുടെയും ആധാരമായ ബീജം പ്രപഞ്ച പുരുഷ ചൈതന്യമായ പിതാവിൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഞാനാണ് നൽകുന്നത്. സത്വം രജസ്തമ ഇതി ഗുണാഃ പ്രകൃതിസംഭവാഃ നിബധ്നന്തി മഹാബാഹോ ദേഹേ ദേഹിനമവ്യയം. സത്വരജസ്തമോ ഗുണങ്ങൾ ഗർഭാശയത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്ന പ്രകൃതിയിൽ നിന്നുത്ഭൂതമാകുന്നതാണ്. ഈ ഗുണം പരമാത്മ ചൈതന്യത്തെ കർമ്മത്തിൽ ബന്ധിപ്പിക്കുന്നു. ബീജപ്രദ ആയ സ്ഥാനത്തിരിക്കുന്ന പിതാവിൻ്റെ ചൈതന്യം ഗർഭാശയത്തിലൂടെ പ്രജകൾ ജനിക്കുമ്പോൾ അതിലേക്ക് വ്യാപിക്കുന്നു. പ്രകൃതിയുടെയും പ്രപഞ്ചപുരുഷൻ്റെയും ചൈതന്യം സൃഷ്ടിയിൽ ലഭ്യമാകുന്നത് ഇപ്രകാരമാണ്.